ഹായ് എവരിവൺ. റിട്രീവ്ഡ് ഓഗ്മെൻറ്റഡ് ജനറേഷൻ, ഡീപ് സീക്ക് എന്നിവയെക്കുറിച്ച് ആൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇവ യൂസ് ചെയ്ത് ഒരു അഡ്വാൻസ്ഡ് ചാറ്റ് ബോട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. പൈത്തൺ, ഡീപ് സീക്ക് LLM, ഫൈസ് വെക്റ്റർ ഡേറ്റാബേസ് എന്നിവ യൂസ് ചെയ്താണ് ഈ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നത്. ഡീപ് സീക്ക് LLM ആൻഡ് പൈത്തൺ ഇവ യൂസ് ചെയ്ത് നമുക്കൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെക്കുറിച്ച് LLMന് നോളജ് ഉണ്ടായിരിക്കുകയില്ല. ഇത് ഓവർകം ചെയ്യുന്നതിനാണ് RAG അഥവാ റിട്രീവ്ഡ് ഓഗ്മെൻറ്റഡ് ജനറേഷൻ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബിൽഡ് ചെയ്യുന്ന ചാറ്റ് ബോട്ടിൽ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് വിക്കിപീഡിയയിൽ നിന്നുമാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് യൂസർ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക് വിക്കിപീഡിയയിൽ നിന്നും ഗ്യാദർ ചെയ്യുന്നു. ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്ന ഡേറ്റ ഫൈസ് എന്ന ഒരു വെക്റ്റർ ഡേറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഡേറ്റയും ഡീപ് സീക്ക് LLMഉം യൂസ് ചെയ്ത് യൂസറിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്നു. ഇതാണ് ഈ ഒരു ചാറ്റ് ബോട്ടിൻ്റെ ഒരു സിമ്പിൾ ആർക്കിടെക്ചർ. യൂസർ നൽകുന്ന ടോപ്പിക് പൈത്തൺ ലൈബ്രറി യൂസ് ചെയ്ത് വിക്കിപീഡിയയിൽ നിന്നും ഗ്യാദർ ചെയ്യുന്നു. ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്ന കണ്ടൻറ്റും ഡീപ് സീക്കും യൂസ് ചെയ്ത് യൂസേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുന്നു. ഫൈസ് എന്നത് മെറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് വെക്റ്റർ ഡേറ്റാബേസ് ആണ്. ഇനി ഈ ഒരു ചാറ്റ് ബോട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒലാമ ഇൻസ്റ്റാളേഷനാണ്. ഒലാമ എന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. LLMs ലോക്കലി റൺ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഈ ഒരു സോഫ്റ്റ്വെയർ ഒലാമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക, ദെൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന LLM ഡീപ് സീക്ക് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡീപ് സീക്ക് R1 1.5B ആണ്. ഈ ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒലാമ പുൾ ഡീപ് സീക്ക് R1 1.5B എന്ന കമാൻഡ് റൺ ചെയ്യുക. ഈ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഡീപ് സീക്ക് 1.5B ലോക്കലി അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് പൈത്തൺ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് പൈത്തൺ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ വെർച്വൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസിൽ സ്ട്രീംലിറ്റ് എന്ന പാക്കേജ് യൂസ് ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യുന്നതിനാണ്. വിക്കിപീഡിയ API യൂസ് ചെയ്യുന്നത് വിക്കിപീഡിയ കണ്ടൻറ്റ് ഫെച്ച് ചെയ്യുന്നതിനാണ്. ഫൈസ്, ലാങ്ചെയിൻ എന്നിവ വെക്റ്റർ സെർച്ച് ബിൽഡ് ചെയ്യുന്നതിനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനു വേണ്ടിയുള്ള പൈത്തൺ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഈ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ മേജർ ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ സ്ട്രീംലിറ്റിൻ്റെ സെഷൻ സ്റ്റേറ്റ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സെഷൻ സ്റ്റേറ്റ് ഡോട്ട് ഇൻഡെക്സ് വെക്റ്റർ ഡേറ്റാബേസ് ആയ ഫൈസ് ഇൻഡെക്സ് സേവ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. ഓരോ തവണയും വെക്റ്റർ സെർച്ച് നടത്തുന്നതിന് പകരം സെഷനിൽ നിന്നായിരിക്കും ഡേറ്റ ഫെച്ച് ചെയ്യുന്നത്. സെഷൻ സ്റ്റേറ്റ് ഡോട്ട് ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് വിക്കിപീഡിയ ടെക്സ്റ്റ് ചങ്ക്സ് സ്റ്റോർ ചെയ്യുന്നതിനാണ്. സെഷൻ സ്റ്റേറ്റ് ഡോട്ട് എംബഡർ യൂസ് ചെയ്യുന്നത് സെൻറ്റൻസ് ട്രാൻസ്ഫോമർ മോഡൽ സ്റ്റോർ ചെയ്യുന്നതിനാണ്. ബേസിക്കലി വിക്കിപീഡിയ ഡേറ്റ, എംബഡിങ്, സെർച്ച് ഇൻഡെക്സ് എന്നിവ ക്വിക്കായി റിട്രീവ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഗെറ്റ് വിക്കിപീഡിയ കണ്ടൻറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് വിക്കിപീഡിയ കണ്ടൻറ്റ് ഫെച്ച് ചെയ്യുന്നതിനാണ്. യൂസർ കൊടുക്കുന്ന ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിക്കിപീഡിയ കണ്ടൻറ്റ് വിക്കിപീഡിയ API യൂസ് ചെയ്ത് ഫെച്ച് ചെയ്യുന്നു. ഇൻപുട്ട് നൽകുന്ന ടോപ്പിക്കിൻ്റെ വിക്കിപീഡിയ കണ്ടൻറ്റ് ആയിരിക്കും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ക്രിയേറ്റ് വെക്റ്റർ സ്റ്റോർ എന്ന ഫംഗ്ഷൻ വിക്കിപീഡിയയിൽ നിന്നും കിട്ടുന്ന ടെക്സ്റ്റ് ചങ്ക്സ് ഫൈസ് വെക്റ്റർ ഡേറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സെർച്ചബിൾ ആയിട്ടുള്ള ഡേറ്റയായി കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ സെൻറ്റൻസ് ട്രാൻസ്ഫോമർ എന്ന ഒരു മോഡൽ യൂസ് ചെയ്താണ് ഇൻപുട്ട് ടെക്സ്റ്റിനെ ഹൈ ഡൈമെൻഷണൽ വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഫൈസ് ഫ്ലാറ്റ് ടു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് എക്സാക്ട് നിയറസ്റ്റ് നൈബേഴ്സ് ബേസ്ഡ് സെർച്ചിങ് ആണ് പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 2 പോയിന്റ്സ് എടുത്താൽ വെക്റ്റർ ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ അവ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. റിട്രീവ് കോണ്ടെക്സ്റ്റ് ഫംഗ്ഷൻ മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ചങ്ക്സിനെ റിട്ടേൺ ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് യൂസർ കൊടുക്കുന്ന ക്വറി എംബഡിംഗ് മോഡൽ യൂസ് ചെയ്ത് വെക്റ്റർ എംബഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അവയെ ഫൈസ് ഇൻഡെക്സിൽ സെർച്ച് ചെയ്യുന്നു. ഇൻഡെക്സ് അവൈലബിൾ ആണെങ്കിൽ മോസ്റ്റ് സിമിലർ ആയിട്ടുള്ള എംബഡിംഗ് റിട്ടേൺ ചെയ്യുന്നു. മീൻസ് മോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വേർഡ്സ് റിട്ടേൺ ചെയ്യുന്നു. ജനറേറ്റ് ആൻസർ വിത്ത് ഒലാമ എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ കണ്ടൻറ്റും യൂസറിൻ്റെ ക്വറിയും യൂസ് ചെയ്ത് ഡീപ് സീക്ക് മോഡലിലേക്ക് പാസ് ചെയ്യുന്നു. ദെൻ ഡീപ് സീക്ക് മോഡൽ ഒരു ആൻസർ റിട്ടേൺ ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷനിൽ ഒരു പ്രോംപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. യൂസറിൻ്റെ ക്വസ്റ്റ്യനും
കോണ്ടെക്സ്റ്റും യൂസ് ചെയ്താണ് ഇവിടെ പ്രോംപ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഡീപ്സീക്ക് ആർ1 1.5b എന്ന മോഡലിലേക്ക് ഈ ഒരു പ്രോംപ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ, മാക്സ് ടോക്കൺസ് എന്നിവയും സെറ്റ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത് മോഡലിൻ്റെ റെസ്പോൺസിൽ റാൻഡംനെസ് കൺട്രോൾ ചെയ്യാനാണ്. ലോവർ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് മോഡൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഫോക്കസ്ഡ് ആൻസേഴ്സ് ആയിരിക്കും നൽകുന്നത്. ഇവിടെ 0.3 ആണ് വാല്യൂ. ഇത് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ആയ വാല്യൂ ആണ്. മാക്സ് ടോക്കൺസ് സ്പെസിഫൈ ചെയ്യുന്നത് മോഡൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ റെസ്പോൺസിൽ വേർഡ്സിൻ്റെയും സബ് വേർഡ്സിൻ്റെയും ടോട്ടൽ കൗണ്ട് ആണ്. ഇവിടെ 1000 ആണ് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ. ഈ ഒരു ഫംഗ്ഷൻ ഫൈനലി റിട്ടേൺ ചെയ്യുന്നത് യൂസറിന് കിട്ടേണ്ട ഫൈനൽ ആൻസർ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ മേജർ ഫങ്ഷണാലിറ്റീസ്. സോഴ്സ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ wiki.rag.py എന്ന ഫയലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഫയലിൻ്റെ നെയിം ആയിരിക്കണം ഈ കമാൻഡിൽ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 8501 എന്ന പോർട്ടലിലായിരിക്കും ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ടോപ്പിക്ക് നൽകാൻ സാധിക്കും. ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വിക്കിപീഡിയ കണ്ടന്റ് ഫെച്ച് ചെയ്യുന്നതായി കാണാം. ഈ ഒരു കണ്ടന്റ് ബേസ് ചെയ്ത് മോഡലിന് ആൻസർ ചെയ്യുവാൻ സാധിക്കും. ഡിഫറൻറ്റ് ടോപ്പിക്സ് യൂസ് ചെയ്ത് ഈ ഒരു ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. റിസൾട്ടിൽ ഒരു 100% ആക്യുറസി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്നാൽ ഒരു 60% ഡേറ്റ ആക്യുറസി കിട്ടുന്നതായി കാണാം. ഈ ഒരു സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഇംഗ്ലീഷ് വേർഷൻ കോഡേഴ്സ് ബ്രാഞ്ച് എന്ന ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനൽസ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.